പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ വചനം തരണമേ. ആ വചനം പ്രഘോഷിക്കുവാൻ അടിയൻ്റെ വായ തുറന്നു തരണമേ. വാക്കുകൾ തരണമേ. ഞങ്ങൾ കർത്താവെ പറയുന്ന വാക്കുകൾ നിൻ്റെ ഹിതപ്രകാരമാകുന്ന വാക്കുകൾ, നീ തരുന്ന വാക്കുകളായിരിക്കണമേ. അനേകരുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവെ ഇത് ചെന്ന് പതിയാനും ഫലം പുറപ്പെടുവിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമേ. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അത് ഞങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുവാനിടയാക്കണമേ. സകലതും യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ ഇന്ന് ഗലാത്യ ലേഖനം ആരംഭിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡാണ്. ഗലാത്യ ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ നമ്മൾ ഇന്ന് നടത്തുന്നത് 92ാമത്തെ എപ്പിസോഡാണ്. കർത്താവ് നമ്മളെ സഹായിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം കേൾക്കുവാൻ തക്കവണ്ണം നമ്മളെ യോഗ്യരാക്കി തീർക്കട്ടെ എന്ന ഉള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ശ്രോതാക്കൾക്കെല്ലാം ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഗലാത്യ ലേഖനത്തിലൊക്കെ ഞാൻ പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഒരു ആമുഖമായി ചിന്തിച്ചാൽ, ഗലാത്യരുടെ ആ രാജ്യത്തിൻ്റെ പുരാതനമായ പേര് ഗാൽ എന്നാണ്. ഗ്രീക്കുകാർ അവരെ ഗലാത്യർ എന്ന് വിളിക്കുന്നു. ഇവർ ഇൻഡോ ആര്യൻ ഗോത്രക്കാരാണെന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു കൂട്ടവും ഈ ഗലാത്യ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നു. കല്ലിമക്കസ് എന്നവർക്കൊരു കവിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഗലാത്യക്കാരെ ഭോഷന്മാർ അല്ലെങ്കിൽ ബുദ്ധിഹീനർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പൗലോസിൻ്റെ 3-ാം അധ്യായത്തിൽ ഭോഷന്മാരായ ഗലാത്യക്കാരെ എന്ന് വിളിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല. ഗലാത്യ പ്രദേശം പല പ്രദേശങ്ങൾ ചേർന്ന് ഉള്ളൊരു പ്രദേശമാണ്. അന്ന് ഗലാത്യ എന്നറിഞ്ഞിരുന്നത്. ഇന്ന് ഗലാത്യയുടെ ആധുനിക നാമം ടർക്കി എന്നാണ്. പൗലോസ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പ്രധാനമായും നമ്മൾ കണക്കാക്കുന്നത് 3 മിഷനറി യാത്രകളാണ്. ആ 3 മിഷനറി യാത്രകളിലും പൗലോസ് ഈ പ്രദേശത്ത് പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പിസിദ്ധ്യയിലെ അന്ത്യോക്യ, ഇക്കോന്യ, ലിസ്ര, ദെർബെ ഈ പ്രദേശങ്ങളൊക്കെയാണ് ഗലാത്യ എന്നറിയുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യമുള്ളത്, ഗലാത്യയിൽ പല സ്ഥലങ്ങളിൽ പല സഭകളുണ്ടായിരുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനമെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു സഭയ്ക്കായിട്ടല്ല, ഗലാത്യ പ്രദേശങ്ങളിലുള്ള എല്ലാ സഭകൾക്കും കൂടെ ചേർത്ത് എഴുതിയതാണ്. പിന്നീട് ഒരു പ്രത്യേകത, പല ലേഖനങ്ങളും എഴുതുമ്പോൾ എഴുതാനൊരു സ്ക്രൈബിനെ വെച്ചാണ് എഴുതുന്നത്. പക്ഷെ ഗലാത്യ ലേഖനം എഴുതിയതിൽ ഉള്ള പ്രത്യേകത, അത് പൗലോസ് സ്വന്തം കൈകൊണ്ട് എഴുതിയ ലേഖനമാണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. AD 49 എഴുതിയത് എന്നൊരഭിപ്രായമുണ്ട്. 53-നും 55-നും ഇടയിലാണ് അത് എഴുതിയത് എന്നും അഭിപ്രായമുണ്ട്. എങ്കിലും പൗലോസ് തന്നെ അതിൻ്റെ ഗ്രന്ഥകർത്താവും പൗലോസ് സ്വന്തം കൈ കൊണ്ട് എഴുതിയതാണെന്നും ഉള്ള അഭിപ്രായം എല്ലാവർക്കും നിലനിൽക്കുന്നു. യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ പൗലോസിൻ്റെ പഠിപ്പിക്കലിനെ എതിർക്കുന്നുണ്ടായിരുന്നു. കാര്യം, യഹൂദ ക്രിസ്ത്യാനികൾ അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് യഹൂദർ, ഇസ്രായേൽ ജനത്തിന് മാത്രമാണ് രക്ഷ,
ക്രിസ്തുവിൽ വിശ്വസിച്ചോളൂ. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴും യഹൂദ മതത്തിൻ്റെ ആചാരങ്ങളെല്ലാം പാലിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ യഹൂദർക്കാണല്ലോ രക്ഷ. അപ്പോൾ ആചാരപരമായിട്ടും അവർ യഹൂദരായി മാറണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പഠിപ്പിക്കൽ അക്കാലത്ത് യഹൂദ ക്രിസ്ത്യാനികൾ നടത്തിയിരുന്നു എന്നുള്ളതൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പരിച്ഛേദനകർമ്മം നടത്തണം, അപ്പോഴാണ് അവൻ യഹൂദനെന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് അത് വേണമെന്ന് അവർ നിർബന്ധിക്കുകയും ചെയ്തു. പൗലോസ് ഇതിനെതിരായിട്ട് ഒത്തിരി സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അഭിപ്രായ ഭിന്നത മാത്രമല്ല, വിശ്വാസസംബന്ധമായ കാര്യങ്ങളിലെ ഒരു ഭിന്നതയാണത്. പൗലോസിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അപ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾ അവരുടെ ആ നിലപാട് ശരിയാണെന്ന് തെളിയിക്കാൻ പൗലോസിൻ്റെ അപ്പസ്തോല സ്ഥാനം കൂടെ അവർ എതിർത്തിരുന്നു. പൗലോസിനെ ആരും നിയമിച്ചതല്ലെന്നൊക്കെയാണ് അവരുടെ വാദം. അപ്പോൾ അതിനെ ഒന്ന് പ്രതിരോധിക്കുക എന്നുള്ളതും ഈ ലേഖനത്തിൻ്റെ ഒരു വലിയ ആവശ്യമായിരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് പൗലോസ് തൻ്റെ ലേഖനത്തിൽ ന്യായപ്രമാണത്തെക്കുറിച്ച്, ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണം യഹൂദരുടെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. അതനുസരിച്ച് ജീവിക്കണം. അത് തന്നെ വളരെയധികം വ്യാഖ്യാനിച്ച് പല അർത്ഥങ്ങളും പല ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പാലിക്കണമെന്നാണ് അവരുടെ ഒരു പ്രധാന സംഗതി. ക്രിസ്തീയ സ്വാതന്ത്ര്യം, യേശു ക്രിസ്തുവിനാൽ പിശാചിൻ്റെ അടിമത്തത്തിൽ നമ്മൾ സ്വതന്ത്രരായി, നമ്മളാരും ഇനി നിയമത്തിന് കീഴിലല്ല എന്നുള്ള വലിയ സത്യം പൗലോസ് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പൗലോസ് ഇവിടെ കൂടുതൽ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. റോമാലേഖനവും ഗലാത്യ ലേഖനവും കൂടെ ചിന്തിക്കുമ്പോഴേ, ഗലാത്യ ലേഖനമാണ് ആദ്യം എഴുതിയത്. അപ്പം ഗലാത്യ ലേഖനം റോമാലേഖനം എഴുതുന്നതിൻ്റെ ഒരു രേഖാചിത്രമാണോ എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. ആകണമെന്നില്ല. എന്നാൽ ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം ഒരു 14-ാം വാക്യം വരെ റോമാലേഖനം 1-8 വരെയുള്ള അധ്യായങ്ങളുമായിട്ട് ഏതാണ്ട് ഒരുപോലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അവ തമ്മിൽ ഈ ഗലാത്യ ഭാഗം റോമാലേഖനത്തിൻ്റെ രേഖാരൂപമാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ 2 ലേഖനങ്ങളും പ്രത്യേക വീക്ഷണകോണത്തോടുകൂടി എഴുതിയതാണ്. റോമാലേഖനത്തിൽ രക്ഷയെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ പ്രാധാന്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ സുവിശേഷമെന്ന് പറയുന്നത് ദൈവശക്തിയാണ് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു വലിയ ആശയത്തിലാണ് റോമാലേഖനം എഴുതുന്നത്. പക്ഷേ ഗലാത്യ ലേഖനത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒന്ന് സംശയ നിവാരണം വരുത്തി വാദമുഖങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടും ഒന്നല്ലെന്ന് ചുരുക്കം. നമ്മൾ എൻ്റെ അധ്യായത്തിലോട്ട് കയറുകയാണ്. അധ്യായം 1 നമ്മൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ എടുത്താൽ അത് ഒരാരംഭം. അഭിവാദനങ്ങളൊക്കെ അർപ്പിക്കുന്നു. അത് നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തെ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസായ ഞാനും എന്നോടുകൂടെയുള്ള എല്ലാ സഹോദരരും ഗലാത്യയിലെ സഭകൾക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും
സമാധാനവും. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചു. ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. തുടക്കത്തിൽ അപ്പസ്തോലനായിരിക്കുന്ന പൗലോസായ ഞാൻ. അപ്പോൾ സാധാരണ ആമുഖം എഴുതുന്നത് പോലെ അല്ല, ഇച്ചിരി വ്യത്യാസമുണ്ട്. തുടങ്ങുമ്പോൾ തന്നെ അപ്പോസ്തോലനായിരിക്കുന്ന ഞാൻ. സാധാരണയായിട്ട് ദാസന്മാരെന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ലേഖനത്തിൽ ആദ്യം തന്നെ അപ്പോസ്തോലനായിരിക്കുന്ന ഞാൻ എന്ന് പറയുന്നു. അതിന് കാരണമുണ്ട്. പൗലോസിൻ്റെ അപ്പസ്തോല സ്ഥാനത്തെക്കുറിച്ച് എതിർക്കുന്നവർക്ക് ഒരു മറുപടിയായിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ആദ്യം തന്നെ അങ്ങ് പറയുന്നു അപ്പസ്തോലനായിരിക്കുന്ന ഞാൻ. അപ്പോൾ ലേഖനത്തിൻ്റെ ലക്ഷ്യം അതാണ്, അത് പറയാനാണ്. ആ ലക്ഷ്യം തന്നെ ഉൾച്ചേർത്തുകൊണ്ടാണ് ആരംഭം തന്നെ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ അപ്പസ്തോലിത്വത്തെ പ്രതിരോധിക്കുകയാണ്. അതിൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ്? അത് ദൈവികമാണ് എന്ന് കാണിക്കുന്നു. മനുഷ്യൻ്റെ നീതീകരണം യേശുക്രിസ്തു വഴി നടത്തണമെന്നത് ദൈവ പദ്ധതിയാണ്. മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു. പക്ഷെ ആ നീതീകരണം എങ്ങനെയുണ്ടാകും? അത് യേശുക്രിസ്തു വഴിയാണ് നീതീകരണം ഉണ്ടാകുന്നത്. അപ്പം മനുഷ്യൻ്റെ നീതീകരണം യേശുക്രിസ്തു വഴി സംഭവിക്കണമെന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമാണ്. യേശുക്രിസ്തു നേരിട്ട് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ പൗലോസ് പെടുന്നില്ലെന്നാണല്ലോ അവരുടെ എതിർപ്പ്. അപ്പോൾ അവർ അപ്പോസ്തല സ്ഥാനത്തെ നിരസിക്കുകയാണ്. ഈ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തല സ്ഥാനം മനഃപൂർവ്വം എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ദാസൻ എന്നൊക്കെ എഴുതുന്നുള്ളൂ. ഇവിടെ അപ്പോസ്തല സ്ഥാനമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയിരിക്കുകയാണ്. തൻ്റെ ആ സ്ഥാനത്തിന് ആധികാരികമായി താൻ നിയമിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനാലാണ് താൻ അപ്പസ്തോല സ്ഥാനത്തിന് അർഹനായിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അപ്പസ്തോലം എന്നുള്ള ആ സ്ഥാനമേ ഗ്രീക്കിലാണ് ഈ ലേഖനം എഴുതുന്നതെങ്കിലും ഗ്രീക്കുകാരുടെ ബൈബിൾ ഒഴികെയുള്ള മറ്റ് കൃതികളിൽ കാണുന്ന ഒരു വാക്കല്ല ഈ അപ്പസ്തോലൻ എന്നൊക്കെയുള്ള വാക്ക്. അത് യഹൂദ അറബിമാരുടെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ വാക്ക് ഒരു പ്രത്യേക അർത്ഥത്തിൽ ഗ്രീക്ക് ഭാഷയിലും ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതൊരു ഹെബ്രായ ഭാഷയിലുള്ളതാണ്. യഹൂദ അറബിമാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്ന് ആണ് അതിൻ്റെ അർത്ഥം. ഈ അർത്ഥം ഒരു അല്പഭേദത്തോടു കൂടി ക്രിസ്ത്യ വിശ്വാസികൾ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അർത്ഥം നിയമപരമായോ പ്രവചനപരമായോ സുവിശേഷ പ്രഘോഷണപരമായോ ഒരു പ്രത്യേക ചുമതല നിർവഹിക്കുവാൻ പൂർണ്ണമായ അധികാരത്തോടുകൂടി നിയമിക്കപ്പെട്ട് അയക്കപ്പെടുന്ന വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഇപ്പോൾ നമ്മൾ ക്രിസ്തീയ വിശ്വാസികളുടെ ക്രിസ്തീയ അർത്ഥത്തിൽ അതിനെ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന് ചുരുക്കം. അങ്ങനെ അയക്കപ്പെടുന്ന ഒരു പ്രതിനിധിയായിട്ടാണ് അപ്പസ്തോലൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പസ്തോല പ്രവൃത്തികൾ 9:15 ഞാൻ വായിക്കാം. അതിൽ പറയുന്നു, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. പത്ലോസ് തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണെന്ന് ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. തിരഞ്ഞെടുത്തതല്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞാൽ അതൊന്നും സത്യമല്ല. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തന്നെ പറഞ്ഞ വാചകമാണത്. വിജാതിയുടെ ഇടയിൽ രാജാക്കന്മാരുടെ ഇടയിൽ ഇസ്രായേൽ മക്കളുടെ ഈ മുമ്പിൽ
എൻ്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യാനപാത്രമാണ്, ഒരു കപ്പലാണ് ഞാൻ. അവൻ എന്ന് യേശുക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. ആധികാരികമായി അപ്പോസ്തല സ്ഥാനം അതുകൊണ്ട് പൗലോസിന് ഉണ്ട് എന്നർത്ഥം. പൗലോസ് തന്നെ തൻ്റെ പിതാവിന് 7 വലിയ കപ്പലുകൾ, വ്യാപാര കപ്പലുകൾ ഉണ്ടായിരുന്ന ഒരു പിതാവിൻ്റെ മകനാണ്. അപ്പോൾ ആ കപ്പലെന്നുള്ള വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ നാമം വഹിച്ചുകൊണ്ട് പോകാനുള്ള ഒരു യാനപാത്രം, ഒരു കപ്പലാണ് അവനെന്ന് കർത്താവ് പറയാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കയറാം. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേന. അപ്പോൾ തൻ്റെ ആ സ്ഥാനം ലഭിച്ചത് അധികാരമായിട്ട് ലഭിച്ചതാണ്. മാനുഷികമായ രീതിയിലല്ല, മനുഷ്യൻ നിയമിച്ചതൊന്നുമല്ല. ഇത് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനായ ദൈവം, ആ ദൈവമാണ് എന്നെ നിയമിച്ചിരിക്കുന്നത്. അത് മാനുഷികമല്ല, മനുഷ്യരാരും നിയമിച്ചതല്ല, പിതാവായ ദൈവത്താലാണ്. അവിടെ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഒരു റെഫറൻസ്, ഒരു സൂചന പൗലോസ് അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്, അത് നിറവേറിയതാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിട്ടുള്ളവർ അവിടെ ജീവനോടെ ഇരിക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ 16-ാം സങ്കീർത്തനം 10-ാം വാക്യം, അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള പ്രവചനം ദാവീദ് നടത്തിയിരിക്കുകയാണ്. പാതാളത്തിൽ തള്ളുകയില്ല, പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുമില്ല. വെള്ളിയാഴ്ച വൈകിട്ട് ശവസംസ്കാരം നടന്നു കഴിഞ്ഞിട്ട് ഞായറാഴ്ച അതിരാവിലെ മഗ്ദലേനക്കാരി മറിയ അടുത്ത് ചെല്ലുന്നു. അവൾ നോക്കിയപ്പോൾ ഒഴിഞ്ഞ കല്ലറ. ഉയർത്തെഴുന്നേറ്റ്, രാവിലെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു, അവൻ്റെ ശരീരം ജീർണിക്കുവാൻ അനുവദിക്കുകയില്ല. 4-ാമത്തെ വാക്യം പൗലോസ് ആശംസിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പൗലോസിൻ്റെ ആശംസയിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് കൃപയും സമാധാനവും. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വേദശാസ്ത്രപരമായി പറഞ്ഞാൽ ചാരീസ് എന്ന ഗ്രീക്ക് പദമാണ് ഈ കൃപ എന്നതിന് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിനൊരു സാധാരണ അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ, സഭയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ചാരീസ് എന്നുള്ള വാക്കിന് കൃപ എന്നുള്ള അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ശരി തന്നെ. എന്നാൽ ഒരു സാധാരണ ഭാഷയിൽ അതിന് സൗന്ദര്യം എന്നുകൂടി ഒരു അർത്ഥം ആ വാക്കിനുണ്ട്. നന്മയാൽ നിറയപ്പെട്ട സൗന്ദര്യം എന്നാണ് കൃപ എന്ന വാക്കുകൊണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടും കൂടി ചേർത്ത് അർത്ഥമെടുക്കേണ്ടത്. കൃപയുള്ള ഒരു ജീവിതം നന്മ നിറഞ്ഞ ഒരു ജീവിതം ആയിരിക്കുമല്ലോ. കൃപയുടെ പുറകിലുള്ള മറ്റൊരാശയം അനർഹമായ മഹാമനസ്കതയാണ്. മഹാമനസ്കത അനർഹമായത്, നമുക്ക് കിട്ടാൻ യാതൊരു യോഗ്യതയും ഇല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല കിട്ടുന്നത്, നമുക്ക് അനർഹമായത് നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നു. അതുകൊണ്ടാണ് ആ കൃപ എന്ന് പറയുന്നത്. ഒരുവൻ്റെ പ്രയത്നത്താൽ നേടുവാൻ കഴിയുന്ന ഒന്നല്ല ഈ കൃപ, അത് അനർഹമായ അനുഗ്രഹങ്ങളാണ്. ദൈവത്തിൻ്റെ അളവറ്റ നന്മയിലും സ്നേഹത്തിലും അവന് ദാനമായി ലഭിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. അർഹരായത് കൊണ്ടല്ല,
അനർഹരായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ നന്മയാലും സ്നേഹത്താലും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ കൃപയെന്ന് പറയുന്നത്. സ്നേഹപൂർണമാണ് അത്. അല്ലാതെ പ്രാപിക്കുന്നവൻ്റെ ഒരു യാതൊരു മിടുക്കുമല്ല. ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം അനർഹമായ ദൈവകൃപകളാൽ സത്ഫല സൗന്ദര്യ സമ്പൂർണമായി തീരട്ടെ എന്നാണ് കൃപ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, ആശംസിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. ഇതാണ് പൗലോസ് ചെയ്തത്. പൗലോസ് ആശംസിക്കുന്ന രണ്ടാമത്തെ വാക്ക് സമാധാനം എന്നാണ്. അതിന് ഗ്രീക്കിൽ ഐറിൻ എന്ന പദമാണ്. അപ്പം ഗ്രീക്കിലാണ് ലേഖനം എഴുതിയത് കൊണ്ട് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഐറിൻ എന്നാണ്. പക്ഷേ അതിന് ഹെബ്രായ വാക്കിന് ഐറിൻ എന്ന വാക്കിൽ ഉൾക്കൊള്ളുന്നതിനെക്കാട്ടിൽ വലിയ ഒരർത്ഥമുണ്ട്. ഷാലോം എന്നാണ് ആ വാക്ക്. പൗലോസിന് വളരെ സന്തോഷമുള്ള ഹെബ്രായ വാക്കാണ് ഈ ഷാലോം എന്നുള്ളത്. പിന്നെ ലേഖനം എഴുതിയപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയതുകൊണ്ട് അതിന് തത്തുല്യമായി ഇരിക്കുന്ന ഐറിൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷെ അതിനെക്കാട്ടിൽ ശ്രേഷ്ഠമായ ഒരർത്ഥം ഷാലോം എന്ന വാക്കിന് ഉണ്ട് എന്നിവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഷാലോം പൗലോസിൻ്റെ ഹൃദയത്തിന് ആനന്ദകരമായ ഒരു പദമാണ്. ജീവിതം പ്രശ്നരഹിതമായിരിക്കട്ടെ എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. ഏറ്റവും ഉത്തമവും നന്മയായതും മനസ്സിനെ പരിശുദ്ധമാക്കുന്നതും മനസ്ഥിരതയുള്ളതും ആക്കുന്നതുമായ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ഈ ഷാലോം എന്നുള്ള വാക്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഐറിൻ എന്നുള്ള വാക്ക് പൗലോസോട് ഉപയോഗിക്കുമ്പോൾ ഷാലോം എന്നുള്ള ആ വാക്കിൽ ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുകൂടി നമ്മളങ്ങ് ചിന്തിച്ചോണം. അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. വളരെ ഇഷ്ടമുള്ള ഒരു വാക്കാണ് ഷാലോം. എല്ലാ വിധത്തിലും അത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും എന്നർത്ഥം. ശരീരം പീഡിപ്പിക്കപ്പെടുമ്പോഴും ദൈവിക സ്നേഹത്തിലും കരുതലിലും ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് ഷാലോം, സമാധാനം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഇനി നാലാമത്തെ വാക്യത്തിലോട്ട് കടക്കാം. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന്. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിന്. അപ്പോൾ യുഗത്തെ രണ്ടായിട്ട് തിരിച്ച് യഹൂദര് കണക്കാക്കുന്നുണ്ട്. പൗലോസ് ആ ആശയം തന്നെയാണ്, ആ അർത്ഥമാണ് പൗലോസ് ഇവിടെ പ്രതിധ്വനിക്കുന്നത്. തിന്മ നിറഞ്ഞ ഒരു യുഗം. ഇതിൽ പൗലോസ് പറയുന്നത് അങ്ങനെ ആ യുഗത്തിൽ നമ്മളെ മോചിപ്പിക്കുന്നതിന് പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. അതാണ് ഇവിടുത്തെ പ്രധാനമായി പ്രതിപാദ്യം. ഇവിടുത്തെ മാത്രമല്ല, ഈ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് തന്നെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വയമായി ബലിയർപ്പിക്കപ്പെട്ടു, സ്വയമായി ബലിയർപ്പിച്ചു എന്നുള്ളതാണ്. അത് ഈ നാലാമത്തെ വാക്യത്തിൽ എന്നുവെച്ചാൽ ആരംഭത്തിൽ തന്നെ ആ ശ്രേഷ്ഠമായ കാര്യം പ്രതിപാദിച്ചിരിക്കുന്നു. അതാണ് പറയാനായിട്ട് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നതും. അത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ്. പിതാവായ ദൈവം നമ്മളെ അത്യധികമായി സ്നേഹിച്ചു, തൻ്റെ പുത്രനെ തരുവാൻ തക്കവണ്ണം. അങ്ങനെയാണല്ലോ യോഹന്നാൻ അപ്പസ്തോലന് തൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു മരിക്കുന്നു, അത് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ്. വെളിപാടിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചൊരു സൂചനയുണ്ട്. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും
സ്വപിതാവിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവൻ എന്നാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് വെളിപാട് 1:6 പറഞ്ഞിരിക്കുന്നത്. എഫേസ്യസ് ലേഖനത്തിൽ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവീൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. അവൻ തന്നെ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് സമർപ്പിച്ചു, സുരഭില കാഴ്ചയും ബലിയുമായി. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം യേശുക്രിസ്തു മരിച്ചു, നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. എന്തിനാ? നമുക്ക് രക്ഷ ലഭിക്കാൻ. അപ്പോൾ രക്ഷയ്ക്ക് വേറെ ഒരു മാർഗമില്ല. യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അതിനെ സൈഡ് പിടിച്ച് വേറൊരു വ്യക്തിയില്ല, അതിന് പങ്കുചേരാൻ വേറൊരു വ്യക്തിയില്ല. രക്ഷാമാർഗം, ഏകമാർഗം യേശുക്രിസ്തു മാത്രമാണ്. അതാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് പ്രധാനമായിട്ട് ഓർക്കണം. എല്ലാ ക്രിസ്ത്യ വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്ത്യ വിശ്വാസികളല്ലാത്തവർ ഈ വിശ്വാസത്തിലേക്ക് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. രക്ഷ പ്രാപിക്കണം. എല്ലാ മനുഷ്യരും ഒരു വഴിയേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ, ഒരു രക്ഷകനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രം. അതിനപ്പുറത്തോട്ട് ചരിഞ്ഞു പോകണ്ട, നീങ്ങിപ്പോകണ്ട. അപ്പുറത്തോട്ട് പോയാൽ എളുപ്പവഴിയാണല്ലോ എന്ന് വിചാരിച്ച് പോകണ്ട, പോയാൽ എത്തത്തില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തു. ഇടുങ്ങിയ വഴിയിൽ കൂടെ വന്നോളാനാണ് യേശു പറയുന്നത്, അവിടത്തിൽ കൂടെ മാത്രം. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. യേശു ക്രിസ്തുവാണ് മാർഗം. അതിന് പകരം ഞാൻ വേറെ അങ്ങോട്ട്, എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ ഇച്ചിരി പ്രയാസമുണ്ട്, ദൈവമല്ലേ, അതുകൊണ്ട് എനിക്ക് അടുത്ത് ചെല്ലാൻ പ്രയാസമുണ്ട്, ഞാൻ വേറെ സഹായികളെയൊക്കെ ഒന്ന് അന്വേഷിച്ച് അവരോട് പറഞ്ഞങ്ങോട്ട് ചെയ്യല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ, അത് അവിടെ ചെല്ലണം, യേശു ക്രിസ്തുവിനെ സമീപിക്കണം. അവൻ മാത്രം നമ്മുടെ രക്ഷയ്ക്കുള്ള ഏക വഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ 10-ാം അധ്യായം 9-ൽ പറയുന്നു, യേശു പറയുന്ന വാക്കാണ്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കാൻ ഈ വാതിൽ കൂടെ വാ. യേശു പറയുന്നു, ഞാനാണ് വാതിൽ. വാതിലിലോട്ട് വരാതെ ജനലിൻ്റെ അവിടെ പോയി നിന്ന് നോക്കിയാൽ മതിയോ? ഈ ജനലിൽ കൂടെ നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞാൽ മതിയോ? യഥാർത്ഥ വാതിലുണ്ട്. ആ വാതിൽ കൂടെ വന്നാലേ കയറാനൊക്കെ ഉള്ളൂ. ഒറ്റ വാതിൽ. നോഹയുടെ പെട്ടകത്തിന് ഒരു വാതിൽ മാത്രമെന്ന് പറയുന്നത് രക്ഷയുടെ മാർഗത്തിൻ്റെ വാതിലിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. ആ വാതിൽ കൂടെ പ്രവേശിക്കുന്നു. വാതിൽ അടച്ചത് ആരാണെന്ന് എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ദൈവം തന്നെ വാതിലടച്ചു എന്നാണ്. നോഹയല്ല അടച്ചത്, ദൈവം തന്നെ വാതിലടച്ചു. വാതിലടച്ചാൽ പിന്നെ ആർക്കും കയറാനൊക്കത്തില്ല. വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും ദൈവം തന്നെ. ഇവിടെ വാതിലാരാണ്? യേശു ക്രിസ്തു മാത്രം ഏകവാതിൽ. 2 വാതിൽ എഴുതിയിട്ടില്ല. ഈ വാതിൽ കൂടെ കയറാനൊക്കത്തില്ലെങ്കിൽ ആ സൈഡിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ സൈഡ് വാതിലുകളൊന്നുമില്ല. ഒറ്റ വാതിലേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. അത് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, ഞാനാണ് വാതിൽ, എന്നിൽ കൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അതിൽ കൂടെ കയറിയാൽ മതി രക്ഷ. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 11-ാം വാക്യം ഞാൻ വായിക്കാം. പത്രോസ് പറയുകയാണ്, അവരെ പോലെ തന്നെ നാമും രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു. രക്ഷ അവരും നമ്മളും ആരാണേലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലത്രേ രക്ഷ. നാം അത് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കണമെന്നാണ് നമ്മളോട് പറയുന്നത്. എവിടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് രക്ഷ പ്രാപിക്കാമെന്നൊന്നും ആരും വിചാരിക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലത്രേ രക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് പത്രോസ് നമ്മളോട് പറയുകയാണ്, നമ്മുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ യേശു അങ്ങ് വഹിച്ചു. അതുകൊണ്ട് കുരിശിലേറി നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാനാണ്. പാപം തോളിൽ ഏറ്റതുകൊണ്ടാണ്, ശരീരത്തിൽ അവൻ ഏറ്റതുകൊണ്ടാണ് ഗദസമേന തോട്ടത്തിൽ വെച്ച് ആ ഭാരം യേശുവിനെ അമർത്തിയപ്പോൾ ഒലിവ് കായ്കൾ കല്ലിലിട്ട് ഇങ്ങനെ ആട്ടുമ്പോൾ മർദ്ദിക്കപ്പെട്ട് ആ ഒലിവ് കായ്കളുടെ പഴുത്ത കായ്കളിൽ നിന്ന് ചുമന്ന നിറത്തിലുള്ള ചാറ് വെളിയിൽ വരുന്നത് പോലെ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപം തോളിലേറ്റി ഗദസമേന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഭാരം അവനെ അമർത്തിയിട്ട് അവൻ്റെ ശരീരം മർദ്ദിക്കപ്പെട്ട് അവൻ്റെ രോമകൂപങ്ങളിൽ കൂടി പുറത്തു വന്നത് രക്തം ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവനത് വഹിച്ചു, അവനത് കൊണ്ട് കുരിശിലേറി നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ യേശു ക്രിസ്തു ഇത്രമാത്രം ചെയ്തു. അവൻ മാത്രമാണ് രക്ഷകനെന്ന് നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കണം. അവനിലേക്ക് നോക്കുക, അവൻ മാത്രം വഴി, അതിൽ കൂടെ കയറുക, രക്ഷ പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ പാപത്തിന് മരിച്ചിട്ട് നീതിക്കായി ജീവിക്കേണ്ടതിന് തന്നെ നമ്മുടെ പക്ഷത്ത് നമ്മൾ ചെയ്യേണ്ടത്, നാം നീതീകരിക്കപ്പെട്ടു, ഇനി നീതിക്കായിട്ട് ജീവിക്കണം. നമ്മൾ ജീവിക്കണം, നിത്യമായി ജീവിക്കാൻ നമ്മളെ അർഹരാക്കിയിരിക്കുകയാണ്. ഈ ഭൂമിയിൽ കുറേ വർഷങ്ങൾ കൂടെ നമ്മൾ ജീവിക്കും. നീതിക്കായിട്ട് ജീവിക്കണം. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? നീതിക്കായിട്ട് ജീവിക്കണം. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തു മുറിക്കപ്പെട്ടു, അടികൊണ്ടു, അവൻ്റെ മാംസങ്ങൾ തെറിച്ചു പോയി, അവൻ ചാട്ടവാറടി ഏറ്റു. മുറിവുകളുണ്ട്, തലയിൽ മുൾക്കിരീടം ചൂടിയതിൻ്റെ മുറിവുകളുണ്ട്, ആണികൾ അടിക്കപ്പെട്ടതിൻ്റെ മുറിവുകളുണ്ട്, കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ഉണ്ടായ മുറിവുകൾ ഉണ്ട്. അവൻ വെറുതെ വഹിച്ചതല്ല, അത് നമുക്ക് വേണ്ടി വഹിച്ചതാണ്. നമ്മുടെ മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകണം. രണ്ടർത്ഥം അതിലുണ്ട്. പാപം മൂലമുണ്ടാകുന്ന മുറിവുകൾ, പാപം മൂലമുണ്ടാകുന്ന ആ താഴ്ച, അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ അവൻ്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ്റെ രക്തം നമ്മുടെ പാപക്കറകൾ കഴുകി വെടിപ്പാക്കുന്ന രക്തമാണ്. അത് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നേലേ കഴുകപ്പെടുകയുള്ളൂ, നാം ശുദ്ധീകരിക്കപ്പെടുന്നു. രണ്ടാമതൊരർത്ഥം, മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മുറിവുകളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിനൊരു ശമനം വേണം. അത് കഴുകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് സൗഖ്യമുള്ളവരായി നമ്മൾ മാറണം. ആത്മീയവും ശാരീരികവുമായ സൗഖ്യം എവിടെ നിന്ന് കിട്ടും? അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമുള്ളവരായി തീർന്നു. അവൻ അടിക്കപ്പെട്ടപ്പോൾ അവൻ സഹിച്ച വേദനകൾ നമ്മുടെ രോഗങ്ങൾക്ക് പകരമായിരുന്നു. നമ്മുടെ പാപങ്ങളും നമ്മുടെ രോഗങ്ങളും അവൻ കുരിശിലേറ്റി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പാപങ്ങൾ മാത്രമല്ല, രോഗങ്ങളും. അവനെ നോക്കുന്നവർ സൗഖ്യം പ്രാപിക്കുന്നത് അതുകൊണ്ടാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് സൗഖ്യമുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ശയ്യയിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ മുറിവുകളെ ഇങ്ങനെ കണ്ടിട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ സൗഖ്യം ലഭിക്കുന്നത് അതുകൊണ്ടാണ്. അവൻ്റെ മുറിവുകൾ നമ്മുടെ രോഗത്തിന് സൗഖ്യദായകമാണ്, സൗഖ്യം ഉണ്ടാകുന്നു. കർത്താവേ എന്നിൽ കനിയണമേ എന്ന് എത്രയോ രോഗികളാ യേശുവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത്. യേശു ആരെയും വെറുതെ വിട്ടില്ല, സൗഖ്യം കൊടുത്തു. മരിച്ചവരെ ഉയർപ്പിച്ചു, അന്ധർക്ക് കാഴ്ച കൊടുത്തു, തളർന്നു കിടന്നവരെ സുഖപ്പെടുത്തി. കർത്താവ് എല്ലാവരെയും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചവനാണ്. അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. രോഗസൗഖ്യം മാത്രമല്ല, പാപത്തിൻ്റെ നിന്നുള്ള വിടുതൽ, സ്വാതന്ത്ര്യം നാം പ്രാപിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മുറിവുകളാൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതിൽ തന്നെ ഒരു കാര്യം കൂടി എഴുതിയിരിക്കുന്നു, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച്. യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ചാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നാം ഏത് പ്രവൃത്തി ചെയ്താലും അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. യേശുക്രിസ്തു ചെയ്തതൊക്കെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച്, പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്കും ആ ഒരു ബാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആയിരിക്കണം എന്ത് ചെയ്താലും. ഗെത്സമേന തോട്ടത്തിൽ വെച്ച് യേശു അങ്ങനെ പ്രാർത്ഥിച്ചല്ലോ, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഹിതം നിറവേറട്ടെ. പിതാവായ ദൈവമേ, എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം നിറവേറട്ടെ. നമ്മൾ എടുക്കേണ്ട ഒരു വലിയ തത്വം അതാണ്. എൻ്റെ ഹിതമല്ല കർത്താവേ, നിൻ്റെ ഹിതം നിറവേറണം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം നിറവേറണം. നമ്മുടെ ജീവിത ലക്ഷ്യം അത് തന്നെയായിരിക്കണം. എൻ്റെ ഇഷ്ടമനുസരിച്ച് കുറേ കാര്യങ്ങൾ ഇവിടെ നടത്തുക എന്നുള്ളതല്ല. ക്രിസ്തുവിൻ്റെ ഹിതം നടപ്പാക്കുവാൻ ഞാൻ ഉപകരണമായി മാറണമേ എന്നാണ് ആഗ്രഹിക്കേണ്ടത്. സങ്കീർത്തനം 40:8 ഞാനൊന്ന് വായിക്കുകയാണ്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം, അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ദാവീദാണത് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ നിയമമുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ദൈവത്തിൻ്റെ നിയമം ഉണ്ടായിരിക്കണം. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. നമ്മൾ എന്തിലാണ് സന്തോഷിക്കേണ്ടത്? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. കർത്താവേ, നിൻ്റെ ഹിതം നിറവേറ്റുവാൻ എന്നെ ശക്തനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 143:10 വീണ്ടും സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നു, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവർ എൻ്റെ സഹോദരരും സഹോദരിയും അമ്മയുമാണെന്ന്. പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരെക്കുറിച്ച് യേശു പറയുന്നത് അവർ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആണെന്നാണ്. മത്തായി 12:50 മാതാവും സഹോദരങ്ങൾ യേശുവിനെ കാണാൻ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു, നിൻ്റെ മാതാപിതാക്കന്മാർ സഹോദരങ്ങളൊക്കെ വന്ന് നിൽക്കുന്നു നിന്നെ കാണാൻ. യേശു എന്തുവാ പറഞ്ഞതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ എൻ്റെ സഹോദരൻ സഹോദരി അമ്മ എന്ന് യേശു പറയുന്നു. യേശു കർത്താവ് യോഹന്നാൻ 7:17 പറയുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവൻ എൻ്റെ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനം. അത് സ്വന്തമായിട്ട് യേശു പറയുന്നതാണോ, പിതാവായ ദൈവത്തിൻ്റെ പ്രബോധനം നമുക്ക് തരുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് മാത്രമാണ്. യാക്കോബിൻ്റെ ലേഖനം 4:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. നാളെ ഒരു പട്ടണത്തിൽ പോയി 1 വർഷം അവിടെ താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയരുത്. കാരണം നാളത്തെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 15 വാക്യം എടുത്ത് പറയുന്നു, നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, കർത്താവ് മനസ്സാകുന്നുവെങ്കിൽ ഞങ്ങൾ ജീവിക്കും, യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ ജീവിക്കും, പ്രവർത്തിക്കും എന്നൊക്കെ പറയുന്നത് കർത്താവിന് ഹിതമാണെങ്കിൽ നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നേ പറയാവൂ. അല്ല ഞാൻ അവിടെ പോകും അത് ചെയ്യുമെന്നൊന്നും പറയാൻ നമ്മളാരുമല്ല. കർത്താവിൻ്റെ ഹിതം അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കും, അങ്ങനെ ഞാൻ ചെയ്യും എന്നാണ് പറയേണ്ടത്. 1 യോഹന്നാൻ 2:17 വാക്യം യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ നമ്മളോട് ഉപദേശിക്കുന്നു, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. 4 വാക്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് അവിടെ നിർത്തുകയാണ്. തുടർന്ന് നമുക്ക് 93 എപ്പിസോഡിൽ അടുത്ത ആഴ്ച അതിൻ്റെ തുടർച്ച നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് പൗലോസിൻ്റെ അധികാരത്തെക്കുറിച്ച്, അപ്പോസ്തല സ്ഥാനത്തെക്കുറിച്ചാണ്. പൗലോസ് ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്, മനുഷ്യനാൽ നിയമിക്കപ്പെട്ടതല്ല. അപ്പോസ്തല സ്ഥാനം ഇല്ലെന്നാരെങ്കിലും പറഞ്ഞാൽ അല്ല, അർത്ഥമില്ല. അവൻ നേരിട്ട് യേശുക്രിസ്തു യേശുക്രിസ്തു നിയമിച്ചവനാണ്, എൻ്റെ നാമം വഹിച്ചു കൊണ്ടുപോകാനുള്ള പാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയും സമാധാനവുമാണ് ആശംസിച്ചിരിക്കുന്നത്. കൃപയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുള്ള ചില അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഏകരക്ഷകൻ യേശുക്രിസ്തുവാണെന്നും അതാണ് മാർഗ്ഗമെന്നും വഴിയും അതുമാത്രമാണെന്നും അവിടോട്ടാണ് നമ്മൾ ചെല്ലേണ്ടതെന്നും യേശുക്രിസ്തു മരിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണെന്നും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകണമെന്നുമാണ് സൂചിപ്പിച്ചത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവഹിതമനുസരിച്ച് നിറവേറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തികളെ വ്യാപിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് തുടരാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.